നമസ്തേ, ഞാൻ ഡോക്ടർ പ്രബിൻ കെ പി, മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഇഹാബ് ആയുർവേദ. ഇനിയിപ്പം മഴയൊക്കെ പെയ്യാനായി, അപ്പോൾ വളരെ കോമൺ ആയിട്ട് ആയുർവേദത്തിൻ്റെ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആയുർവേദത്തിൽ തന്നെ എല്ലാവർക്കും ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മഴക്കാല ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. കർക്കിടകം തുടങ്ങേണ്ട കർക്കിടക ചികിത്സ ചെയ്യാൻ മഴ പെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയും മനുഷ്യരും രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയുക സിങ്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമോ അതൊക്കെ മനുഷ്യ ശരീരത്തിലുണ്ടാവും. മനുഷ്യ ശരീരത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രകൃതിയിലാണ്. മഴക്കാലത്ത് നമുക്കറിയാം, മഴക്കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത്, കണ്ടാമിനേറ്റഡ് ഡിസീസുകൾ. പിന്നെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മഴക്കാലം, പൊല്യൂഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമതായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഈ മഴക്കാലത്ത്. ആ സമയത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ ചെയ്തു വരുന്നതാണ് ഈ കർക്കിടക ചികിത്സ അല്ലെങ്കിൽ മഴക്കാല ചികിത്സ എന്ന് പറയുന്നത്. അതിനർത്ഥം ഒന്നുമില്ല, രോഗപ്രതിരോധ ശക്തി കൂട്ടുക, ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ടാവും, ഒഴിച്ചൽ, മസാജ്, അഭ്യംഗം, ശിരോധാര അല്ലെങ്കിൽ പൊടിക്കിഴി, ഇങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ കേട്ട് കാണും. ഈ ട്രീറ്റ്മെൻറ്റുകൾ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടുക എന്നുള്ളത്. ഈ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ട്രീറ്റ്മെൻറ്റിലേക്കൂടെ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന നല്ല ആഹാരങ്ങളായിരിക്കണം ആ സമയത്ത് കഴിക്കേണ്ടത്. ഈ ട്രീറ്റ്മെൻറ്റും നല്ല ആഹാരങ്ങളും നല്ല ആക്ടിവിറ്റിയിലും കൂടെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാം. അങ്ങനെ കർക്കിടക ചികിത്സയിൽ അല്ലെങ്കിൽ കർക്കിടകത്തിൽ ആർക്കും അസുഖമില്ലാതെ സുഖമായി ജീവിക്കാം. താങ്ക് യു.